ഹലോ എവ്രി വൺ. എൻ്റെ പൊന്നു കൃഷ്ണകുമാരെ, എന്താണ് നിങ്ങളെ കയ്യിലുള്ള ടിപ്സ്? അതായത് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയത്? ഞങ്ങൾക്ക് കണ്ട് ഷോക്കാവുകയാണ്. നോക്കൂ, ഇന്നലെ ദിയാകൃഷ്ണയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം അവരിട്ട വീഡിയോ പുറത്ത് വന്നതിന് ശേഷം കേരളത്തിൽ ചർച്ചാ വിഷയം കൃഷ്ണകുമാറിൻ്റെ ഫാമിലിയെക്കുറിച്ചാണ്. എന്തൊരു സപ്പോർട്ടാണ്, എന്തൊരു ഒത്തൊരുമയാണ്, എന്തൊരു സ്നേഹമാണ്. നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെ സാധിക്കുന്നു? നോക്കൂ, ഹോസ്പിറ്റലിൽ ലേബർ റൂമിൽ കൃഷ്ണകുമാറിൻ്റെ എല്ലാ മക്കളുമുണ്ട്, അമ്മയുണ്ട്, അശ്വിനുണ്ട്. ദിയാകൃഷ്ണയ്ക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും, അതായത് എല്ലാ സഹായവും എല്ലാ സപ്പോർട്ടും ഈ മക്കൾ കൊടുക്കുകയാണ്. സ്നേഹം മാത്രമാണ് ഈ മക്കളുടെ മുഖത്ത് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റിയത്. ഞാനൊരു വീഡിയോ ക്ലിപ്പ് സൈഡിൽ വെച്ച് തരാം. ഓക്കെ. 1.5 വർഷം മുമ്പ് സ്വന്തം മകളെ കെട്ടിപ്പിടിച്ചു എന്ന പേരിൽ കൃഷ്ണകുമാർ ഏറ്റുവാങ്ങിയ ഏറ്റവും വലിയ നെഗറ്റീവ്, അതായത് എല്ലാ മാധ്യമങ്ങളും എല്ലാ യൂട്യൂബ് ചാനലും കൃഷ്ണകുമാറിനെ വിമർശിച്ച് വീഡിയോ ചെയ്ത ഒരു ചെറു രംഗം. അതിനുശേഷം അതിന് കൃഷ്ണകുമാർ മാസ് മറുപടി ഇന്നലെ നമുക്ക് തന്നു. അത് എങ്ങനെയെന്ന് ഞാൻ പറയാം. ഓക്കെ, ആ ഒരു വീഡിയോ ക്ലിപ്പ് ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. You want to dance with her? 18, you know? Do you want to dance? ഇനി എന്തെങ്കിലും പഠിച്ചിട്ട് ചെയ്യത്തുള്ളൂ. പണ്ട് നമ്മൾ കുറേ ടിക്ടോക്ക് വീഡിയോസ് ചെയ്തില്ലേ, അതുപോലെ ഇനിയിപ്പോൾ നമ്മൾ എന്നാ ചെയ്യുന്നത്? Soon means one day, today, tomorrow is Sunday, we will do a video. Okay? Why? Okay, bye. നോക്കൂ, ഈ വീഡിയോയുടെ താഴെ കമൻ്റായി വന്നത്, എന്തിന് സ്വന്തം മകളെ നിങ്ങൾ സുഖം കണ്ടെത്തുന്നു? അതായത് സ്വന്തം മകളിൽ നിന്ന് നിങ്ങൾ എന്തിനാണ് സുഖം കണ്ടെത്തുന്നത്? അങ്ങനെ ഇഷ്ടംപോലെ കമൻറ്റും. അതിനുശേഷം കുറേ യൂട്യൂബർ ഇതിനൊരു കണ്ടൻ്റാക്കി, കൃഷ്ണകുമാറിൻ്റെ ചെറ്റത്തരം കണ്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ വിമർശിച്ചതാണ് കുറേ പേര്. എന്നാൽ കൃഷ്ണകുമാർ ഇന്നലെ അതിനെ പറയിപ്പിക്കുകയാണ്, നമ്മളോട് തന്നെ പറയിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെയാണ്, അതായത് എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നത് സ്നേഹം മാത്രമാണ്. ആ സ്നേഹത്തിൻ്റെ പ്രതിഫലമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഒരു വീഡിയോ ക്ലിപ്പും കൂടി ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം. അതായത് പ്രസവ വേദനയിൽ മല്ലടിച്ച് കിടക്കുമ്പോൾ ദിയാകൃഷ്ണ അമ്മാന്ന് വിളിക്കുന്നതിനൊപ്പം അപ്പാന്ന് വിളിക്കുകയാണ്. നോക്കൂ, ഇപ്പോൾ നിലവിൽ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മ അമ്മ അമ്മ, അങ്ങനെയല്ല വിളിക്കുന്നത്. ആരെങ്കിലും അപ്പ അപ്പ എന്ന് വിളിക്കലുണ്ടോ? ഇല്ല. എന്നാൽ പ്രസവ വേദനയിൽ മല്ലടിച്ച് കിടക്കുമ്പോലും ദിയാകൃഷ്ണ ഓർത്തത് അപ്പനെയാണ്. കാരണം ആ അപ്പൻ കൊടുത്ത സ്നേഹമാണ് മക്കളെ. ആ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ കണ്ടവരാണ്, എന്നാൽ ഒന്നും കൂടി ക്ലിയറായി കാണുക. ദിയാകൃഷ്ണ ആ ഒരു വേദനയിൽ മല്ലടിക്കുമ്പോൾ വിളിക്കുന്ന പേര് കൃത്യമായി നിങ്ങളൊന്ന് കേൾക്കുക. ഓക്കെ. കഴിയും ഒന്ന് സഹിച്ചിട്ടേ കഴിയും. അയ്യോ, ഡോക്ടറുണ്ട്. അമ്മ അമ്മ പറ്റുന്നില്ല. അമ്മ ശ്വാസം നീട്ടി വലിച്ചെടുത്ത് ദിയ. ഗുഡ് 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 ഗുഡ്. അതുപോലെ ചെയ്തേ. ഒന്നുമില്ലടാ. ഇല്ല ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല ഒന്നും. നോക്കൂ, എന്തൊരു സ്നേഹമാണ്. അടുത്തില്ലാത്തത് കൃഷ്ണകുമാർ മാത്രമാണ്, ബാക്കി എല്ലാവരുമുണ്ട്. അപ്പോൾ അടക്കം അപ്പ എന്ന് വിളിക്കുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ മകളെ എങ്ങനെ കൃഷ്ണകുമാർ നോക്കിയിട്ടുണ്ട്. അതായത് ദിയാകൃഷ്ണയ്ക്ക് കൃഷ്ണകുമാർ എത്രമാത്രം സ്നേഹം കൊടുത്തിട്ടുണ്ടാവും.
നോക്കുക, മരണവേദന എന്നാണ് പ്രസവത്തിൻ്റെ വേദനയെ പറയുന്നത്. മരണത്തിൻ്റെ ഒരു അംശമുണ്ട്, മരണവേദനയുടെ ഒരു അംശമുണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അത്തരത്തിൽ വേദന വരുമ്പോൾ ദിയാകൃഷ്ണ അടുത്തില്ലാത്ത കൃഷ്ണകുമാറിനെ ഓർത്തു അപ്പാന്ന് വിളിക്കണമെങ്കിൽ നോക്കൂ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾ അങ്ങനെയെങ്കിൽ എത്രമാത്രം സ്നേഹമായിട്ടുണ്ടാവും ആ മനുഷ്യൻ, കൃഷ്ണകുമാർ എന്ന മനുഷ്യൻ ഈ മകൾക്ക് കൊടുത്തത്. നമ്മളൊക്കെ എന്തെങ്കിലും നമുക്ക് സംഭവിച്ചാൽ ആദ്യം വിളിക്കുന്നത് അമ്മ 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 അമ്മ, അപ്പ എന്നാരെങ്കിലും വിളിക്കലുണ്ടോ? ഇല്ല. ഇവിടെയാണ് ഞാൻ ആദ്യം വെച്ച വീഡിയോ ക്ലിപ്പിന് കൃഷ്ണകുമാർ തരുന്ന മറുപടി. ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അങ്ങനെയാണ്, അവർക്ക് ഞാൻ സ്നേഹം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക്, ഞരമ്പ് രോഗികൾക്ക് എന്തെങ്കിലും തോന്നും, അത് എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷേ അതല്ല. റിയാലിറ്റി ഞാൻ കൊടുക്കുന്നത് സ്നേഹമാണ്, അതെൻ്റെ മക്കൾക്കറിയാം. അതിൻ്റെ പ്രതിഫലമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. നിങ്ങൾ നോക്കൂ, ആ ഒരു ഫാമിലിയുടെ, അഹാന കൃഷ്ണ അടക്കമുള്ള ആ ഒരു ഫാമിലി മൊത്തത്തിൽ ദിയാകൃഷ്ണക്ക് സപ്പോർട്ടാണ്. ആർക്ക് കിട്ടും? നമ്മൾ തന്നെ നോക്കുക, നമ്മുടെ ചുറ്റുവട്ടത്ത് ആരെങ്കിലും പ്രസവിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ തന്നെ ഒരു പ്രശ്നമാണ്. അതായത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയ വഴക്കാണ്. ഓക്കെ, നോക്കൂ, നമ്മുടെ നാട്ടിൽ പ്രസവത്തിനായി കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു കാരണം കേട്ടുകൊണ്ട് തമ്മിൽ തല്ലുന്ന നമ്മുടെ നാടിന് ഇത് വലിയ ഒരു നമുക്ക് തരുന്ന ഒരു പഠിപ്പാണ്. അതായത് നമുക്ക് തരുന്ന ഒരു ഉപദേശമാണ്. നിങ്ങൾ നോക്കുക, എന്തൊരു ക്ലിയറാണ് ദിയാകൃഷ്ണയുടെ ഫാമിലി. ആർക്കെങ്കിലും വെറുപ്പുണ്ടോ? എല്ലാവരും ഒത്തിരുന്ന് ആ ഒരു സന്തോഷ മുഹൂർത്തത്തെ രണ്ട് കൈയും കൊണ്ട് സ്വീകരിക്കുകയാണ്. ഒരൊറ്റ കാര്യം ഞാൻ പറയുകയാണ്, ദിയാകൃഷ്ണയുടെ ഈ ഫാമിലിയെ കണ്ട് നമ്മളെല്ലാവരും പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.